നമസ്കാരം. നിലമ്പൂരിലെ UDF-ഉം BJP-യും നല്ല ഗംഭീര ദുരന്തോസ്കികളാണ് എന്ന് കാണിച്ചിരുന്ന പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വഴിക്കടവില് പന്നിക്കണിയിൽ അനന്തു എന്ന് പറയുന്ന ആ പയ്യന് ജീവൻ നഷ്ടപ്പെട്ടത് മുതൽ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിവാസങ്ങൾ, തനി തെമ്മാടിത്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനന്തു എന്ന് പറയുന്ന ആ പയ്യന്റെ പേരും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൊറാട്ട് നാടകം ഇങ്ങനെ കൈകോർത്ത് BJP-യും കോൺഗ്രസും നടത്തുകയാണ്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രതിയുടെ രാഷ്ട്രീയം പുറത്തു വന്നതോടുകൂടി തന്നെ UDF പൊട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പൊട്ടിരിക്കുന്നത്? ഈ വിനീഷ് എന്ന് പറയുന്ന ഈ കെണി വെച്ചവൻ ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നത് മാത്രമല്ല, ഈ വിനീഷ് എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകൻ അവിടുത്തെ ആ പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും പറയാമല്ലോ. ആ കോൺഗ്രസിലെ അവിടുത്തെ വാർഡംഗമായിട്ടുള്ള റെജിയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്ന കാര്യം കൂടി പുറത്തു വരികയാണ്. റെജി ആണെങ്കിൽ അറിയാൻ പറ്റും, റൈറ്റ് ഹാൻഡ് ആണ് ആര്യടൻ ഷൗക്കത്തിന്റെ. അങ്ങനെയുള്ള വസ്തുതകളൊക്കെ പുറത്തു വരികയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ റെജിയാണ് ഈ UDF നേതാക്കളെ വിളിച്ചു പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണല്ലോ ഈ പറയുന്ന അനന്തുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് LDF സ്ഥാനാർത്ഥിയെയും LDF-നെയും കടന്നാക്രമിക്കാൻ വേണ്ടി കുറെ ഗംഭീരമായിട്ടുള്ള നാടകങ്ങൾ ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയുടെ ഒക്കെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. അവസാനം തേഞ്ഞൊട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ? അപ്പോ അവസാനം ഈ പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഈ പ്രതി എന്ന് പറയുന്നത് സജീവ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കാൻ വേണ്ടി കുറെ ഗിമ്മിക്ക് ഗീർവാണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, ഈ വിനീഷ് ഞങ്ങൾ അറിയേയില്ല എന്നൊക്കെ പറഞ്ഞാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല, എത്ര പിടിയെന്ന് ഈ പ്രതിയെ കേരള പോലീസ് പിടികൂടുമെന്നും ഇവര് വിചാരിച്ചില്ല. ഒപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ 105-ാം വകുപ്പ് പ്രകാരം നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു, പ്രതിയെ പിടികൂടി. ശേഷം ചില അന്വേഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ കഴിയുന്നത്? അതായത് തോടിന് മുകളിലുള്ള വൈദ്യുതി ലൈനിൽ നിന്ന് ഒരു തോട്ടി ഉപയോഗിച്ച് ഡയറക്റ്റ് ഒരു കമ്പിയിലൂടെ ഈ വൈദ്യുതി മോഷ്ടിക്കുകയാണ് ഇയാൾ. അപ്പോ അനന്തുവിന്റെ കൂട്ടുകാരും ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി കുറച്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരികയാണ്. ആ വന്ന വഴിയിലാണ് ഈ പറയുന്ന പന്നിക്കണിയില് ഈ പറയുന്ന ഷോക്കേറ്റ് ഇവര് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ മരിക്കുന്ന സാഹചര്യത്തിലും ജീവന് വേണ്ടി ആ പയ്യൻ ഇങ്ങനെ മല്ലിട്ടുകൊണ്ട് പിടയുന്ന സമയത്തും വിനീഷ് സ്വീകരിച്ച ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് കേട്ടോ. ആ കുട്ടിയെ ആ ഫ്യൂസൂരി മാറ്റി രക്ഷിക്കാനല്ല അയാൾ ശ്രമം നടത്തിയത്. അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അത്രേ, വസ്ത്രങ്ങളും പണവും ഒക്കെ എടുത്തു വെച്ചേക്ക് എന്ന് വിളിച്ചു പറഞ്ഞു വന്ന്. എന്നാൽ അവിടുന്ന് രക്ഷപ്പെട്ട കുട്ടികൾ അടുത്തുള്ള നാട്ടുകാരോട് ഈ സംഭവം പറയുന്നുണ്ട്. അവർ ഓടിയെത്തി ഫ്യൂസ് മാറ്റിയാണ് മറ്റുള്ള കുട്ടികളൊക്കെ രക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോ സ്വാഭാവികമായും ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന് ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉന്നയിച്ചാൽ തീർച്ചയായും അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ അത് അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു, UDF പ്രതിസ്ഥാനത്താക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ പുതിയ നാടകമായിട്ട് ഇറങ്ങണമല്ലോ. അങ്ങനെ ഇറങ്ങിയെന്ന് ഇന്ന് KCB-ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. KCB ഓഫീസിലേക്ക് VS ജോയിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച്. വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നില്ല. പോലീസുകാർ അടിച്ചു ഓടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനേക്കാൾ വലിയൊരു തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയല്ലോ. അതായത് ജില്ലാ ആശുപത്രിക്ക് ഫ്രണ്ടിൽ ഇവരിങ്ങനെ ആ റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്. എത്ര രോഗികളാണ് ഈ വരുന്ന രോഗികളാണ്, അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളാണ് വളഞ്ഞത്. അത് ഞങ്ങളെ ബാധിക്കുന്ന കേസേ അല്ല. ഈ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ചാണ് ഈ പറയുന്ന വിഷയത്തെ, അനന്തുവിന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ പറയുന്ന UDF-ഉം BJP-യും ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആര്യടൻ ഷൗക്കത്തൊക്കെ ആ സമയത്ത് രേഖപ്പെടുത്തിയ പ്രതികരണം അതിഭീകരമാണ് കേട്ടോ. അതായത് സ്പോൺസേഡ് കൊലപാതകം, സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകം എന്നാണ് ആര്യടൻ ഷൗക്കത്ത് രേഖപ്പെടുത്തിയ പ്രതികരണം. ഷൗക്കത്തിന് വേണമെങ്കിൽ മറന്നു തുടങ്ങിയെങ്കിൽ ഓർക്കാൻ വേണ്ടി ഒരു കഥ പറയാം. 2011 ഓഗസ്റ്റ് 1-ാം തീയതി, അന്ന് ഈ പറയുന്നത് പോലെ UDF-ന്റെ ഒരു ഭരണ സമയമാണ്. ആ നേരത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഓന്റെ ബാപ്പയാണ്, പേര് ആര്യടൻ മുഹമ്മദ്. ഈ ആര്യടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ചാവക്കാട് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരു സുധീഷ് എന്ന് പറയുന്ന ഒരു അച്ഛനും അതുപോലെ തന്നെ വാസുദേവൻ എന്ന് പറയുന്ന ഒരു മകനും ജീവൻ നഷ്ടപ്പെട്ട വാർത്ത ആരും മറന്നു കാണില്ല. ആ അച്ഛൻ സ്വന്തം മകനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ വൈദ്യുതി കമ്പിയോടെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടില്ല, അതിലെ ചവിട്ടി ഈ പറയുന്ന പോലെ അവർക്ക് രണ്ടുപേർക്കും ജീവൻ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവിടെ ഈ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന് KCB-നെ അവിടുത്തെ നാട്ടുകാർ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ KCB-ക്കാർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ സമയത്ത് അന്ന് എന്താണ് ഈ പറയുന്ന ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്? അന്നത്തെ പ്രതിപക്ഷം ഈ പറയുന്നത് പോലെ ഇടതുപക്ഷമായിരുന്നല്ലോ. അവർ ഈ പറയുന്നത് പോലെ ഈ സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകം എന്നൊന്നും പറഞ്ഞ് ആ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ മരണത്തിൽ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇപ്പൊ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പരിപാടി ഒന്നും കാണിച്ചില്ല കേട്ടോ. ആ കുടുംബത്തിനോടൊപ്പം നിന്നു, ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ആ കുടുംബത്തിൽ ഈ പറയുന്നത് പോലെ സുധീഷിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുക്കണമെന്ന് ഈ പറയുന്ന പോലെ പ്രതിപക്ഷം എന്ന് ആവശ്യപ്പെട്ടു. വളരെ മാന്യമായ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് ആ പഴയ
അറിയാലോ, പത്രത്താളുകളൊക്കെ ഒന്നും ഇങ്ങനെ മറച്ചു നോക്കുന്നത് നല്ലതാണ്. കുറെ നാള് ഓന്റെ ബാപ്പ നമ്മളെയൊക്കെ പവർ കെട്ടിലേക്ക് ഇരുത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇത് സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് പറയുന്നതിന് പിന്നിലെ ആ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, KCB പോലും പറയാതെയാണ് ഇയാൾ ഇങ്ങനെ ഡയറക്റ്റ് വലിക്കുന്നത്. അതൊന്ന് ഓർത്തു നോക്കണം. അപ്പോ അങ്ങനെ വലിച്ച ആ കേസിനെ അതിന് വേറെ രീതിയിലേക്കൊക്കെ ഇവരിങ്ങനെ വളച്ച് തിരിച്ചങ്ങ് ഒടിച്ചങ്ങ് വിടുകയാണ്. ഇപ്പൊ എന്താണ് വിനീഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് വിനീഷിന് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ അതിശക്തമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചുമത്തി അയാളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? പ്രതി സജീവ കോൺഗ്രസ് പ്രവർത്തകനാകുമ്പോൾ എങ്ങനെയാണെന്നേ പറയാൻ കഴിയുക. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്, വളരെ നിശബ്ദത പാലിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ടല്ലോ. അതായത് KCB ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഇയാൾ മോഷ്ടിച്ചത്, ഇയാൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത് എന്നതിനെ പറ്റിയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ചില പ്രതികരണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്താണ്, ഇതുപോലെ ഇയാൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അന്നൊക്കെ ഇത് ഒത്തുതീർപ്പാക്കി കൊടുത്ത അവിടുത്തെ കോൺഗ്രസ്സുകാരാണ് അത്രേ. മാത്രമല്ല, ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഷോക്ക് ഏറ്റിട്ടുണ്ട്. അന്നൊന്നും ഒരു കോൺഗ്രസ്സുകാരൻ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങൾ കൂടി ഇപ്പോ ഉയർന്നു വരുന്നുണ്ടെന്ന്. മാത്രമല്ല, ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ എന്താണ് പറയുന്നത്? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് പോലും വെറുപ്പ് തോന്നുകയാണ് കോൺഗ്രസിനോട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സമയത്ത് സ്വരാജ് സ്വീകരിച്ച നിലപാട് നമ്മൾ കാണേണ്ടതുണ്ട്. സ്വരാജ് എന്താണ് ചെയ്തത്? സ്വരാജ് വഴിക്കടവ് പഞ്ചായത്ത് പറയുന്നത് പോലെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്, അതുകൊണ്ട് ഇവരൊക്കെയാണ് കുറ്റക്കാര് എന്നൊന്നും അയാൾ പറഞ്ഞില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് ചെന്നു, ആ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. ഒരു ഫോട്ടോഷൂട്ടും നടത്തിയില്ല, ഒരു മാധ്യമങ്ങളെയും വിളിച്ചോണ്ടും പോയില്ല. അതാണ് മാതൃക എന്ന് പറയുന്നത്, അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതായത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നോ ഒന്നും സ്വരാജ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയം കലർത്തരുതേ എന്നാണ് അദ്ദേഹം അപേക്ഷിച്ചത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന്. അത്രയൊക്കെ ഒരു രീതിയിലേക്ക് ഉയരാൻ ആര്യാടൻ ഷൗക്കത്തൊക്കെ ഇനിയും ഒരുപാട് ഈ പറയുന്ന പോലെ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. സ്വരാജിന്റെ മുമ്പിൽ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് വെറും ഒരു പുഴുവാണ് എന്ന് പറയാതെ വയ്യ. ഇന്നിപ്പോ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് BJP ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നത്? BJP അല്ലെങ്കിൽ പെടും. ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യേണ്ടത് ആരാണ്? അത് കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങൾക്കൊക്കെ ഉള്ള മുഴുവൻ ഉത്തരവാദി ആരാണ്? അത് ഈ കേന്ദ്രമാണ്. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ ഇവരെയും ബാധിക്കും എന്ന് അവർക്കറിയാം. ഒരു നാണയത്തിന്റെ അകവും പുറവും പോലെ നിലമ്പൂരിൽ അവരിങ്ങനെ ഒരുമിച്ച് പരിശ്രമിക്കുകയാണ് LDF-നെതിരെ. പക്ഷെ ഈ ഒരു വിഷയത്തെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും VM സുധീരനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നു ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കേൾക്കുക, നിങ്ങളൊന്ന് മനുഷ്യരാവുക എന്നാണ് പറയാനുള്ളത്. ഇതൊരു നല്ല മനുഷ്യരാകാൻ നോക്ക് എന്ന് ആദ്യം നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു വെക്കുകയാണ്. ഒരു ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ നമുക്ക് പോരാടാം. എങ്ങനെ വേണം പോരാടാൻ? രാഷ്ട്രീയം പറഞ്ഞു വേണം പോരാടാൻ. നമ്മൾ എന്തൊക്കെ നടപ്പിലാക്കുമെന്നതിനെ പറ്റി പറഞ്ഞു വേണം പോരാടാൻ. ഇതൊന്നും പറയാനില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയം പറയാനില്ല, പിന്നെ ഈ പറയുന്നത് പോലെ വികസനത്തെ പറ്റി പറയാനില്ല, ഒന്നും പറയാനില്ല. അവർക്ക് ആകെ പറയാനുള്ളത് എന്താണ്? ഈ ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ വ്യാജ പ്രചരണങ്ങൾ നടത്താം എന്നത് മാത്രമാണ് ഇവർക്ക് അറിയാവുന്ന ആകെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ പറയുന്ന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് വലിയൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അതായത് ഒരു വിഷയം വരുമ്പോൾ എങ്ങനെ വേണം ഇടപെടാൻ എന്ന് കണ്ടു പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ പ്രതിഷേധം നടത്തി, കുറെ രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകൾ ഇറക്കി ഈ നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ട്, അവർക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഈ പൊറാട്ട നാടകങ്ങളും ഈ കള്ളത്തരങ്ങളും ഈ തെമ്മാടിത്തരങ്ങളും ഒക്കെ അവർ എന്തായാലും അവസാനിപ്പിച്ചു തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കിടന്ന് വെറും പ്രഹസനമായി മാറുമ്പോൾ ആ കുടുംബത്തിലെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല എന്ന് മറന്നു പോകരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.